ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സ്വകത്തിലെ ദൈവം തന്ന ഈ വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ സഭയിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു യൂത്ത് ക്യാമ്പിന് ഞങ്ങൾ ടീമായിട്ട് വന്ന് ഞങ്ങൾ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം വീണ്ടും നിങ്ങളോടൊന്നിച്ചായിരിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ അതിനു വേണ്ട അവസരങ്ങളൊക്കെ ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എൻ്റെ പേര് ഷെറി എബ്രഹാം എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ മാതാപിതാക്കളൊക്കെ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. എൻ്റെ ഫാദർ അവിടെ ഒരു സഭ ആരംഭിച്ചു. ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഒരു സഭ ആരംഭിച്ചു. അപ്പം അദ്ദേഹം ഇപ്പം പ്രായമായി, അതുകൊണ്ട് ഞാനാണ് എല്ലാ ഞായറാഴ്ചയും പോയി അവിടെ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് ഇങ്ങോട്ട് വരേണ്ട ഉള്ളത് കൊണ്ട് മറ്റൊരു ദേവദാസൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അതുപോലെ തന്നെ ഡേവിഡ് സി കുക്ക് മിനിസ്ട്രീസിൽ പ്രവർത്തിക്കുകയാണ്. ഡേവിഡ് സി കുക്ക് മിനിസ്ട്രീസ് എന്ന് പറയുന്നത് അതൊരു ആക്ച്വലി ഒരു പബ്ലിഷിംഗ് കമ്പനിയാണ്. ആ പബ്ലിഷിംഗ് കമ്പനി അവർ ലോകമെമ്പാടുള്ളതായ സൺഡേ സ്കൂൾസ്, അവിടെ കുട്ടികളുടെ ഇടയിലുള്ളതായ ഒരു പ്രവർത്തനത്തെ അവരധികമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിൽ കടന്നു വന്ന് ഒരു റിസർച്ച് നടത്തി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സൺഡേ സ്കൂൾ മെറ്റീരിയൽ അവർ ഡെവലപ്പ് ചെയ്തു. ആ മെറ്റീരിയൽ ഇന്ന് 5 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മലയാളത്തിൽ ആ ബുക്ക് അവൈലബിൾ ആണ്. ബൈബിൾ സൊസൈറ്റിയാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് പാർട്ട്, അതിൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനുള്ളതായ ട്രെയിനിങ് ഞങ്ങൾ ഈ നാളുകളിൽ ഇന്ത്യയിലെമ്പാടും ഞങ്ങൾ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോടൊന്നിച്ച് ആയിരിക്കുവാനായിട്ട് കർത്താവ് അവസരം തന്നിരിക്കുന്നത്. ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ആരാധനയ്ക്ക് ശേഷം തുടർന്ന് ആ ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. വളരെ നല്ലൊരു ട്രെയിനിങ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് 138 സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 138 സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവയെ നിൻ്റെ ദയ എനിക്കുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു സങ്കീർത്തനത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഓക്കെ, അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഓക്കെ, പാസ്റ്റർ പറഞ്ഞപ്പോഴും പറഞ്ഞു, കർത്താവ് എന്നെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. എന്നെ ഈ ഭൂമിയിൽ വെറുതെ അല്ല ദൈവം സൃഷ്ടിച്ചതാണോ? അല്ല. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനാണ്. അതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ പള്ളിയിൽ പോയില്ലെങ്കിലും എല്ലാ ദിവസവും സൺഡേ സ്കൂളിന് ഞങ്ങൾ 3 പേരാണ്. ഞങ്ങളെ 3 പേരെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിന് മസ്റ്റായിട്ട് പോയിരിക്കണം. അത് മഴയായാലും ശരി വെയിലായാലും ശരി, ഞായറാഴ്ച രാവിലെ അടിച്ചെഴുന്നേൽപ്പിച്ച് ഞങ്ങളെ പള്ളി വിടും. പക്ഷേ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ അപ്പനും അമ്മയും കാണത്തില്ല. അവർ വന്നില്ലേലും ഞങ്ങളെ സൺഡേ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് അങ്ങനെ ആണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ വളർന്നു വന്നപ്പോഴത്തേക്കിനും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അതായത് എൻ്റെ കുടുംബമെന്ന് പറയുന്നത് ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് കുടിയേറി താമസിച്ചവരാണ്. റബ്ബറാണ് ഞങ്ങളുടെ മെയിൻ കൃഷി. അപ്പോൾ അന്നത്തെ കാലത്ത് റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ എസ്റ്റേറ്റ് മുതലാളിയുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ വിലയാണ്. ഓക്കെ, എന്താ പറയുക, ഇഷ്ടം പോലെ പൈസ എന്ന് പറഞ്ഞാൽ കെട്ടുകണക്കിന് പൈസ എൻ്റെ അപ്പൻ്റെ സേഫിൻ്റെ അകത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ യാതൊരു വിധമായ സമാധാനവും അന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് കാണുന്നവർ സംസാരിക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യം, നീ എന്തിനാടാ പഠിക്കുന്നത്? നീ പഠിച്ചില്ലേലും ജീവിക്കാനുള്ളത് വീട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെറുപ്പം മുതലേ വളർന്നു വന്നത്. അപ്പോൾ ജീവിതം മാക്സിമം എൻജോയ് ചെയ്യുക,
അതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ വളർന്നു വന്നപ്പോഴത്തേക്കിനും ആ എൻജോയ്മെൻറ്റ് വേറൊരു ലെവലിലേക്ക് അങ്ങ് മാറി. കാരണം കോളേജിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൂട്ടുകാരൊക്കെ കൂടി, കാരണം കേരളത്തിലുള്ള, ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്, ഏതാണ്ട് ഞങ്ങളുടെ കോളേജിൽ ഏതാണ്ട് 60% കേരളത്തിൽ നിന്നുള്ളതായ കുട്ടികളായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് മദ്യം കഴിക്കുക, സിഗരറ്റ് വലിക്കുക, ക്ലാസ്സിൽ പോകുന്നതിനും പകരം ഞങ്ങളുള്ള സിനിമാ തിയേറ്ററുകളിൽ കയറി ഇറങ്ങി നടക്കുക, എല്ലാവരും കൂടെ ചേർന്ന് ഏതെങ്കിലുമൊക്കെ കട ലൂട്ട് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു കടയിലോട്ട് കയറി കഴിഞ്ഞാൽ ആ കടയിലെ പകുതി സാധനം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ പോരും. അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. പല കടകളും പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കട നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ജീവിത ശൈലിയായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതായ ഒരു ചോദ്യം, എന്താണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ ഈ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു കൺവെൻഷൻ, എൻ്റെ മാതാപിതാക്കൾ എന്താ പറയുക, മർത്തോമാ സഭയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മർത്തോമാ സഭയിൽ പോകുന്നതിനോടൊപ്പം ഒരു കർത്താവിൻ്റെ ദാസനുമായിട്ട് ചേർന്ന് എൻ്റെ ഫാദർ ആ കന്യാകുമാരി, തിരുവനന്തപുരം മേഖലകളിലൊക്കെ ഒരുപാട് കൺവെൻഷനുകൾ നടത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരു ദിവസം കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ച കൂട്ടത്തിൽ ചോദിച്ചു, യവനക്കാരാ, യവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക, ഇല്ലെങ്കിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്തതായ ഒരു ദിവസം കടന്നു വരുമ്പോൾ നീ പുറകോട്ട് ചിന്തിച്ചാൽ നിനക്ക് അന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല എന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് അന്ന് ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതിനുശേഷമാണ് വെള്ളമൊടിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് കൂട്ടുകാരോടുകൂടി എന്താ പറയുക, അല്ലാത്ത പോക്രിത്തരങ്ങൾ കാണിക്കാനായിട്ട്, വഴിതെറ്റി നടക്കുവാനായിട്ടൊക്കെയും ഇടയായത്. ഞങ്ങളുടെ കോളേജിൽ 3-ാമത്തെ വർഷം ഫൈനൽ ഇയറിൻ്റെ സമയത്ത്, കോളേജ് ഇലക്ഷൻ്റെ സമയത്ത്, തമിഴരാണെന്ന് ഇലക്ഷന് നിൽക്കുക, 2 ഭാഗത്തു നിന്നും കേസ് കണക്കിന് മദ്യം ഞങ്ങൾ താമസിക്കുന്നതായ റൂമിൽ വരും. അന്ന് ഒരു ദിവസം മദ്യമെല്ലാം കടിച്ച് ഞങ്ങൾ എന്താ പറയുക, അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ഒരുത്തൻ പറഞ്ഞു, എനിക്ക് പാർക്കിൽ പോകണം. ഏതാണ്ട് 10-30 പേരുണ്ട്, എല്ലാവരുടെ കയ്യിലും ബൈക്കുണ്ട്, 34 പേരുണ്ട്. ഓക്കെ, ഏതാണ്ട് 15 ബൈക്കോളം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് സ്റ്റേഡിയത്തിലേക്ക് പോയി. അങ്ങനെ സ്റ്റേഡിയത്തിൽ ചെന്ന് രാത്രി 12 മണിക്ക് അവിടെ ചെന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഈ സാധനം തലയ്ക്ക് പിടിച്ചപ്പോൾ എനിക്ക് ഒരുത്തനെ അടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് ആ പ്രശ്നം മാറുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ചെന്ന് മറ്റു കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനെ വീട്ടിൽ നിന്ന് ഇറക്കി അടിച്ചു. അവൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, അവനെടുത്ത് ഞങ്ങളുടെ കൂട്ടുകാരനെ കുത്തി. ആ കുത്തിയതിൻ്റെ ഫലമായിട്ട് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ എന്താ പറയുക, അടി കൊണ്ടവൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് ഞങ്ങളുടെ കോളേജിലുള്ളതായ മറ്റ് സ്നേഹിതന്മാരെ അടിച്ചു. അത് വീണ്ടും പ്രശ്നമായി. അപ്പോൾ ഇവിടുന്നും ഗുണ്ടകളെ വിട്ട് മറ്റുള്ളവരെ അടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അവർ പോയി 2 പേരെ കുത്തിയിട്ട് വന്നു. കുത്തുകൊണ്ട് ഒരുത്തൻ ഒരു അബ്കാരി കോൺട്രാക്ടറുടെ മകനായിരുന്നു. അങ്ങനെ അവൻ്റെ പിതാവ് ഇഷ്ടം പോലെ പൈസ ഇറക്കി ഞങ്ങളുടെ കോളേജിലുള്ള സകലമാന, അതായത് ആ ഗ്യാങ്ങിലുണ്ടായിരുന്ന സകല വ്യക്തികളെയും പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഞങ്ങൾ 2-3 പേര് മാത്രം എന്താ പറയുക പിടിപെട്ടില്ല. പിടിപെടാത്തതിൻ്റെ റീസൺ ഞങ്ങൾ 3 പേരും ഈ ഒരു അടിപിടി കേസിൽ ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പോയില്ല. പക്ഷേ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനെ പോലും പോലീസ് പിടിച്ച് ഒരു ദിവസം ഫുള്ള് സ്റ്റേഷനിൽ ഇരുത്തി. ഞാൻ ആ സമയത്ത് ആ പരിസരങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ എന്നെ ഒരു പോലീസും തൊട്ടില്ല. ചില നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മാതാവ് എന്നോട് ചോദിക്കുക, നിനക്ക് എന്താടാ പ്രശ്നം, കോളേജിൽ എന്തായിരുന്നു പ്രശ്നം? ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നമില്ല. ഇല്ല, നിനക്കെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിച്ചിട്ട് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഇതിൻ്റെ മുൻപിൽ, കാരണം മനുഷ്യരോട് നമുക്ക് പലതും മറയ്ക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമുക്ക് മറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ മാതാവിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്ന് രാത്രിയിൽ എനിക്ക് രാത്രി കിടന്നിട്ട് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. രാത്രിയിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ദൈവവേലയ്ക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ ഒരു സുവിശേഷ വേലയിലേക്ക് കടന്നു വരുന്നത്.
ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. നമുക്ക് ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. സങ്കീർത്തനങ്ങൾ 137 അതിൻ്റെ 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ. 139 സങ്കീർത്തനം 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവേ, നീയാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞത്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഇരിക്കുന്നതായ ഓരോ വ്യക്തികളും ദൈവത്താൽ വളരെ സൂക്ഷ്മമായിട്ട് മെനയപ്പെട്ടവരാണ്. ദൈവമാണ് നമ്മളെ മെനഞ്ഞെടുത്തിരിക്കുന്നത്. 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇപ്പം നമ്മൾ ആരും നിസ്സാരക്കാരല്ല. നമ്മളെ ദൈവം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്, ഭയങ്കരമായിട്ടാണ്, അവൻ അതിശയകരമായിട്ടാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അതിൻ്റെ 15 വാക്യത്തിൽ പറയാണ്, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എഫേസ്യർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം സൂക്ഷ്മമായി സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, തന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ അവൻ നമ്മളെ വിളിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവൻ എന്നെ സൃഷ്ടിച്ച് എന്നെ ഈ ഭൂമിയിലേക്ക് തള്ളിവിടുകയല്ല ചെയ്തത്. ഞാൻ അവനെ വിട്ട് അകന്നു പോയപ്പോൾ അവൻ എന്നെ വിളിച്ച് അവൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അവൻ എന്നെ വേർതിരിക്കുന്നത് കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന് പറയുന്നതായ കാര്യം, യോഹന്നാൻ 9-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങളിൽ അവിടെ നമുക്ക് ഒരു സംഭവം കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, അവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു പറയുന്നതായ ഒരു മറുപടി, അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരോഗ്യമുള്ളതായ ഒരു വ്യക്തിയെ മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ഒരു ബലഹീനതയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട്. ആ വ്യക്തിയെ ആ ഒരു അവസ്ഥയിൽ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ പോലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും, ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ കാല് നടക്കാൻ വയ്യാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്തിനാ ദൈവമേ നീ ഇവനെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, അതിന് ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടത് ആകുന്നു. പക്ഷേ പ്രശ്നം ഇതാണ്, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ആ ഒരു വിളി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ്, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എന്നെ വിളിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തി ഞാൻ പകലുള്ള സമയത്ത് ചെയ്തു തീർക്കണം. ഈ പകൽ അസ്തമിക്കാൻ പോകുകയാണ്, ഇനിയും എൻ്റെ മുൻപിൽ അധികം സമയമില്ല. അതുകൊണ്ട് ഈ പകൽ എത്ര സമയമാണോ ഇനിയും ബാക്കിയുള്ളത്, ആ സമയം 1 മിനിറ്റ് പോലും കളയാനില്ലാതെ എൻ്റെ അയച്ചവൻ്റെ പ്രവൃത്തി എനിക്ക് ചെയ്ത് തീർത്തെങ്കിലേ മതിയാകുകയുള്ളൂ.
ഇന്ന് പകൽക്കാലം ആ ഒരു വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറയുന്നു. നോക്കിയാട്ട് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ വെളിച്ചം അസ്തമിക്കാൻ പോകുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന ഉദയസൂര്യൻ അവൻ ഈ ഭൂമിയിൽ ഇന്ന് ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഭൂമി ഇന്ന് കാണുന്ന രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നതായ എന്നെയും നിങ്ങളെയും എന്തിനു വേണ്ടിയിട്ടാണോ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളായിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ അതെന്തുമായിക്കൊള്ളട്ടെ. ഓക്കെ, ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നത് മലയുടെ മുകളിലാണ്, അത് ആദിവാസികളുടെ ഇടയിലാണ്. ഞങ്ങളുടെ സഭയിൽ വരുന്നതായ വിശ്വാസികൾ ഒരു 90% കാണി എന്ന് പറയുന്നതായ സമുദായത്തിൽപ്പെട്ടവരാണ്. ഓക്കെ, ആ മക്കൾ ജീവിക്കുന്ന ജീവിതം കണ്ടു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ളതായ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇപ്പം സാഹചര്യങ്ങളൊക്കെ മാറി. കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യം തന്നെ ടോട്ടലി മാറുവാനായിട്ട് സാധിച്ചു. പക്ഷേ ആ ഒരു വ്യക്തിയെപ്പോലും കർത്താവ് ഈ കാലഘട്ടത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു എങ്കിൽ, ഞങ്ങൾക്ക് മറ്റൊരു പ്രവർത്തനമുണ്ട്. ഇവിടെ കുട്ടനാടാണ്. ആ കുട്ടനാട് നടക്കുന്നതായ പ്രവർത്തനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% വെള്ളത്തിൻ്റെ അകത്താണ്. ഒരു മഴ പെയ്താൽ അവിടെ വസിക്കുന്നതായ ആ മക്കളുടെ ഒക്കെ വീടുകളിൽ, അവിടുത്തെ വിശ്വാസികളുടെ ഒക്കെ വീടുകളിൽ വെള്ളം കയറുവാനായിട്ട് ഇടയായിത്തീരും. ആ സഭയിലും ഏതാണ്ട് 99% ഒരു കുടുംബം ഒഴിച്ച് ബാക്കി എല്ലാവരും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളതായ വ്യക്തികളെ, ഹിന്ദുക്കളായിട്ടുള്ളതായ വ്യക്തികളെയാണ് ആ സഭയ്ക്കുള്ളിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം, പക്ഷെ നമ്മളെക്കാൾ കഷ്ടത അനുഭവിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്രയോ ശ്രേഷ്ഠരാണ് എന്ന് നമ്മൾ തോന്നും. പക്ഷേ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതായ ഒരു സത്യമുണ്ട്. എന്നെയും നിങ്ങളെയും ഈ ഒരു സാഹചര്യത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ അവനൊരു ഉദ്ദേശമുണ്ട്. അത് ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, എങ്ങനെയുള്ളതായ അവസ്ഥയുമായിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള ജീവിതവുമായിക്കൊള്ളട്ടെ. അത് ചിലപ്പോൾ കഷ്ടതയിലൂടെ ആയിരിക്കാൻ പോകുന്നത്, ചിലപ്പം പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാൻ പോകുന്നത്, ചിലപ്പം ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാൻ പോകുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും എന്നെ സൃഷ്ടിച്ചവന് എന്നെക്കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ട്. അപ്പം അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എന്നെ വിളിച്ചതായ ആ വിളിയുടെ പൂർത്തീകരണം വളരെ അത്യാവശ്യമായിട്ടുള്ളതായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ചോദിക്കുന്നതായ ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ വിളിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതൊരു മനുഷ്യനും എടുത്തോട്ടെ, എന്താ എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താ? ഞാൻ ആരായിത്തീരണം? ഞാൻ എന്തായിത്തീരണം? ഞാൻ എങ്ങനെയായിത്തീരണം? ഒരു കുട്ടിയോട് ചോദിച്ചേ, അവനും ആ ചോദ്യം അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അവനും അത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. മോള് ഇപ്പം BSc സൈക്കോളജി കഴിഞ്ഞിട്ട് അവൾ PGക്ക് പോകണം. PGക്ക് പോകേണ്ടത് ഏത് സബ്ജക്റ്റ് എടുക്കണം? ഓക്കെ, കാരണം ഡിഗ്രിക്ക് ഡ്യുവൽ ഡിഗ്രി ആയിരുന്നു, ബാംഗ്ലൂരാണ് പഠിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ സൈക്കോളജി ഉണ്ടായിരുന്നു, ജേർണലിസം ഉണ്ടായിരുന്നു. സൈക്കോളജി മതിയെന്നും പറഞ്ഞുകൊണ്ട് പോയി സൈക്കോളജിക്ക് ചേർന്നാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ജേർണലിസം ഉണ്ടായിരുന്നു. ജേർണലിസം വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പാർട്ടി കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പറയുക, ഞാൻ അതിന് പോയാലോ അതോ ഇതിന് പോകണോ? ഓക്കെ, ഇതെല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യമാണ്. എന്താ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം? ഇന്ന് പകൽക്കാലം 2 പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. നമുക്കൊന്നിച്ച് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് കർത്താവ് എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത്, വഴിക്ക് വടിയും പൊക്കണവും
അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും. ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കുള്ളിൽ ഇരിക്കുന്ന വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ആരാ? ഒരു വിശ്വാസിയാണോ അതോ ഒരു ശിഷ്യനാണോ? ഒരു വിശ്വാസിയാണെങ്കിൽ ഞാനും നിങ്ങളും ഞായറാഴ്ച സഭയ്ക്കകത്ത് വന്ന് പാസ്റ്റർ പറയുന്നത് കേട്ട്, ആരാധിക്കാൻ പറയുമ്പോൾ ആരാധിച്ച്, കൈവക്കാൻ പറയുമ്പം കൈവക്കി, കൈയടിക്കാൻ പറയുമ്പം കൈയടിച്ച്, സ്തോത്രാഴ്ച ഇടാൻ പറയുമ്പോൾ സ്തോത്രാഴ്ച ഇട്ട്, പ്രസംഗം കേൾക്കാൻ പറയുമ്പോൾ മിണ്ടാതെ ഇരുന്ന് പ്രസംഗം കേട്ട് സ്തോത്രം പറഞ്ഞ് ഇറങ്ങി വീട്ടിലേക്ക് പോവുക, നമ്മുടെ സാധാരണ ജീവിതം ജീവിക്കുക, അടുത്ത ഞായറാഴ്ച വീണ്ടും പള്ളിയിൽ വന്ന് ഇതേ പരിപാടി ചെയ്യുക. അതാണ് ഒരു വിശ്വാസിയുടെ രീതി. എന്നാൽ ഒരു ശിഷ്യനാണ്. ഈ പുസ്തകത്തിൽ പുതിയ നിയമം നമ്മൾ പഠിക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസികളെ അല്ല ഉരുവാക്കിയത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ വിശ്വാസികളെ അല്ല ഉരുവാക്കിയത്, മറിച്ച് ശിഷ്യന്മാർ. അപ്പം ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് എങ്കിൽ, ഓക്കെ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശമെന്ന് ലൂക്കോസ് 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. എന്ത് ചെയ്യണം? ദൈവരാജ്യം ഞാനും നിങ്ങളും പ്രസംഗിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? എൻ്റെ ആയുസ് തീരുന്നതിന് മുൻപ് ഒരു വ്യക്തിയെ എങ്കിലും കർത്താവിങ്കിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മളെ ഓരോരുത്തരും ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ആണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. നമുക്കറിയാം, ഇത് അന്ത്യകാലമാണ് എന്ന് യാതൊരു സംശയവുമില്ല. ലോക സംഭവങ്ങളൊക്കെ അത് വിളിച്ചു പറയുന്നു, യാതൊരു സംശയവുമില്ല. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതായ വാർത്തകളൊന്നും ശുഭകരമല്ല. എല്ലാം തന്നെ വിരൽ ചൂണ്ടുന്ന ഒന്നിലേക്കാണ്. കർത്താവിൻ്റെ വരവ് അടുത്തു. അവൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്, ഒരു സംശയവും നമുക്ക് ഇല്ല. പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും ലജ്ജിതരായി തീരാതെ ഇരിക്കണമെങ്കിൽ ഒരാളെയെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുപോകണം. ഞാൻ എൻ്റെ സഭയോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഭയോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. എല്ലാ ദിവസത്തെയും പ്രസംഗത്തിൻ്റെ മെയിൻ ഗോൾ ഇതാണ്. സത്യം പറയട്ടെ, ഇപ്പോൾ ഞങ്ങളുടെ സഭയിലെ വിശ്വാസികൾ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ ടൈം യാത്രയാണ്. ഇന്ന് എന്താ പറയുക, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തൂത്തുക്കുടിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. തൂത്തുക്കുടിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് കാറിലാണ് പോയത്. യാത്ര ചെയ്ത് തിരിച്ച് തിരുവനന്തപുരത്തെത്തി. അവിടുന്ന് നേരെ വന്ന് ഇന്നലെ രാത്രി 12 മണിയാണ് ഞങ്ങൾ എറണാകുളത്ത് എത്തിയപ്പോൾ. ഓക്കെ, അവിടുന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് നേരെ ഇങ്ങോട്ടിങ്ങ് പോരുകയായിരുന്നു. വന്ന വഴിക്ക് എന്താ പറയുക, ഒന്ന് കഴിക്കാൻ വേണ്ടി നിർത്തി. 9 മണിക്ക് ഇവിടെ എത്തണമെന്ന് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് നിർത്തി ഓടിങ്ങ് പോരുകയാണ്. അതുപോലെ ഞാൻ യാത്ര. അതുകൊണ്ട് ഞാൻ എൻ്റെ സഭയോട് പറഞ്ഞു, ഞാൻ എല്ലാ വീടുകളിലും ഞാൻ വിസിറ്റ് ചെയ്യത്തില്ല, ഞാൻ വരാൻ എനിക്ക് സമയമില്ല. പക്ഷേ സഭ വളർന്നേ പറ്റുള്ളൂ, ഈ ദേശത്ത് സുവിശേഷം അറിയിച്ചേ പറ്റുള്ളൂ. അത് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? അത് പാസ്റ്ററിനെ. തെറ്റ്. ദൈവവചനം പാസ്റ്ററിനെ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലൂക്കോസ് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും
ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. യെസ്, ഇത്രയും വലിയ ഒരു വാഗ്ദത്തം ചെയ്യുന്ന ഒരു വ്യക്തിയെ വേറെ കാണാൻ നമുക്ക് കഴിയത്തില്ല. ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. സി, എത്രയോ വലിയൊരു വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. പക്ഷേ അത് പ്രാവർത്തികമാകണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നിങ്ങൾ പോണം. എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തു പറഞ്ഞേ? സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഈ എന്താ പറയുക, താറാവിനെ കണ്ടിട്ടുണ്ടല്ലേ? ഈ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ദൂരം കണ്ടിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഈ കുട്ടനാട് പ്രദേശത്തേക്കൊന്ന് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇഷ്ടംപോലെ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. അപ്പോൾ ഈ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം മറ്റേ ബ്രീഡ് ചെയ്ത സാധനമല്ല, താറാവിൻ്റെ കുഞ്ഞുങ്ങളും. ഓക്കെ, അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാവോ? താറാവ് ആയിരിക്കും മുമ്പിൽ നടക്കുന്നത്. താറാവിൻ്റെ പുറകെ ആരോട് ഉണ്ടാവും? കുഞ്ഞുങ്ങൾ വരിവരിയായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനും നിങ്ങളും സ്വർഗത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, പാസ്റ്റർ മുമ്പിൽ നടക്കുന്നുണ്ട്, പാസ്റ്ററിൻ്റെ പുറകെ നമ്മളും ഓടിക്കൊണ്ടിരിക്കുക. പാസ്റ്റർ ഓടിപ്പോകുമ്പോൾ നമ്മളും പുറകെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ പുറകെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം. നമ്മുടെ പുറകെയും ആരെയെങ്കിലുമൊക്കെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്നുള്ളതായ കാര്യം ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യേശു അത് കേട്ട് അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക്, മർക്കോസ് 2-ാം അധ്യായം 17-ാമത്തെ വാക്യം, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാട് അനേക വ്യക്തികൾ യേശുവില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലി ചെയ്യുന്നതായ സ്ഥാപനത്തിൽ അനേകരുണ്ട്. നമ്മൾ ജീവിക്കുന്ന എന്താ പറയുക, ഫ്ലാറ്റിൽ അനേകർ യേശുവിനെ അറിയാത്തവരായിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്നതായ വില്ലയിൽ അനേകർ യേശുവിനെ അറിയാത്തവരായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പത്രമിടാൻ വരുന്നതായ വ്യക്തി അവൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ വീട്ടിൽ പാല് കൊണ്ടു തരുന്നതായ വ്യക്തി ഇതുവരെയും യേശുവിനെ അറിഞ്ഞിട്ടില്ല. ആരാ അതിന് ഉത്തരവാദി? ആരാ അവരോട് യേശുവിനെ കുറിച്ച് പറയേണ്ടത്? പ്രിയമുള്ളവരെ, ദീനക്കാരായിട്ട് കിടക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ മുൻപിൽ ഞാൻ വലിയവനാണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കാനായിട്ടല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, ഞാൻ സെക്യൂറാ, ഞാൻ സേഫാ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സേഫാ, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി, എൻ്റെ കർത്താവ് ആ നിമിഷം തന്നെ എനിക്ക് മറുപടി തരും. സ്തോത്രം, നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ അയൽവക്കത്ത് ഇരിക്കുന്നവൻ്റെ അവസ്ഥ എന്താ? നമ്മുടെ എന്താ പറയുക, ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അവസ്ഥ എന്തുവാ? അവരോട് യേശുവിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വേണ്ടെന്നേ. പലപ്പോഴും നമ്മൾ പറയും, എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നെങ്കിൽ, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി, ഞാൻ ക്യാമ്പസ് ക്രൂസൈഡിൽ 1 വർഷത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോവുക സമയത്ത്, ഓക്കെ, ഞങ്ങൾക്ക് ഈ 1 വർഷത്തെ ട്രെയിനിങ്ങിനോടകം ഈ വേദപുസ്തകത്തിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടാക്കി. അത് മെസ്സേജ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞങ്ങളെ പഠിപ്പിക്കും. അതായത് അതിന് 3 പോയിൻ്റ് ഉണ്ടായിരിക്കണം. അതിനൊരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ വിഷയം എടുത്ത് ആ വിഷയത്തിന് വേണ്ടിയിട്ട് 3 പോയിൻ്റ് വേണം. അതിന് വേണ്ടിയിട്ട് 3 വാക്യം വേണം. ഓരോന്നിനും ഓരോ കഥകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലുസ്ട്രേഷൻസ് എല്ലാം വെച്ച് മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്തു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യണമല്ലോ.
എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. സ്കൂളിൽ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം മുങ്ങും. കോളേജിൻ്റെ സമയത്ത് സ്റ്റേജിൻ്റെ പരിസരത്തോട് വരെ ഞാൻ പോയിട്ടില്ല. കാരണം പേടിയാണ്. പേടിയെന്നല്ല, മുട്ടിടിക്കും. എൻ്റെ വായിൽ നിന്നൊന്നും വരത്തില്ല. അപ്പോൾ ഇത് പ്രസംഗിക്കേണ്ട സമയമെത്തി. എന്നോട് ഞങ്ങളുടെ എൻ്റെ ട്രെയിനർ പറഞ്ഞു, ഷെറി നാളെയാണ് ഷെറിയുടെ പ്രസംഗിക്കേണ്ടതായ സമയം, അത് റെഡിയായിരുന്നോണം. ഞാനും എൻ്റെ കൂട്ടുകാരനുമായിട്ട് തലേ ദിവസം രാത്രിയിൽ ടെറസിൻ്റെ മുകളിൽ പോയി. അപ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തു. അവനതെല്ലാം വായിച്ച് നല്ല സൂപ്പർ സാധനമാണ്, പക്ഷേ ഇത് പ്രസംഗിക്കണ്ടേ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ ആദ്യം ചെയ്യും. അപ്പോൾ അവൻ നല്ല സൂപ്പറായിട്ട് പ്രസംഗിച്ചു. അതെല്ലാം കേട്ട് ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ഇവാലുവേഷനൊക്കെ പറഞ്ഞു, കൊള്ളാം, ഇന്ന കറക്ഷൻസൊക്കെ വരുത്തിയാൽ മതി, നല്ലതാണ്. അടുത്തത് എൻ്റെ ടേണാ. സത്യം പറയട്ടെ, തുണി ഉണങ്ങാനിടുന്നൊരു കമ്പ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നല്ല ഉണങ്ങിയൊരു കമ്പാണ്, പക്ഷെ നല്ല സ്ട്രോങ്ങാണ്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഞാൻ മസിൽ പൊട്ടിക്കുന്നതല്ലാതെ എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വെളിയിലോട്ട് വരുന്നില്ല. എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ഷെറി എടാ കമ്പ് വിട്, കമ്പ് ഒടിഞ്ഞു പോയി, നീ എന്തെങ്കിലും പറ, ആദ്യം അങ്ങോട്ട് മാറി നിൽക്കുക, കമ്പ് ഒടിഞ്ഞു പോവും. പ്രിയമുള്ളവരെ, അതായിരുന്നു എൻ്റെ അവസ്ഥ. നിങ്ങളും പറയും, എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നെങ്കിൽ ഇതിനെയാ ദൈവകൃപ എന്ന് പറയുന്നത്. നമ്മുടെ കഴിവല്ല. നമ്മൾ അവൈലബിൾ ആണെങ്കിൽ, ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, ഞാനും നിങ്ങളും ഒരുക്കമുള്ളവരാണെങ്കിൽ, നമ്മളെ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ വെറുതെ ഒന്ന് നിന്നു കൊടുത്താൽ മതി. എന്താ പറയേണ്ടതെന്നുള്ളത് നമ്മുടെ നാവിൽ ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഭയപ്പെടരുത്. ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ദൈവത്തിന് വേണ്ടിയിട്ട് ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ളതായ വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഓക്കെ, കർത്താവ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഓരോ വിശ്വാസിയെ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതായ സ്ഥാനത്ത്, ഈ കോതമംഗലത്തിൻ്റെ പ്രദേശത്ത് നിങ്ങൾ താമസിക്കുന്നതായ സ്ഥലത്ത് ദൈവം നിങ്ങളെ ഒരു ഉപ്പാക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ, ഉപ്പിൻ്റെ രസമില്ലാതെ പോയാൽ അതിനെന്തോന്ന് കൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെക്കുറിച്ച് അപവാദം, നല്ലത് ചെയ്തിട്ട് അപവാദം പറയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ എടുത്തിട്ട് ചവിട്ടുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം, നിങ്ങളുടെ രസമെല്ലാം പോയി. നിങ്ങളെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. നാട്ടുകാർക്കും ഇല്ല, സഭയ്ക്കും ഇല്ല, ദൈവത്തിനും ഇല്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. ഞാനും നിങ്ങളും ആരാണ്? ഉപ്പാണ് ദേശത്തെ. എന്നെ നിങ്ങളെ ദൈവം ആരാക്കി വെച്ചിരിക്കുകയാണ്? ദേശത്തിൻ്റെ ഉപ്പാക്കി വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം മറ്റുള്ളവർക്ക് രസം പകരാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് ദൈവവചനത്തിൻ്റെ രസം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മാതൃക നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ മാതൃകയുള്ളവരായി തീരണം. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നവരായിട്ട് തീരണം. നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ മെനഞ്ഞെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ദേശത്തിൻ്റെ ഒരു വിളക്കായിട്ട് ശോഭിക്കണം. മുമ്പോട്ട് പോട്ടെ. 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാ. എവിടെ വെക്കേണ്ടത്? മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം പകരുക. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ, നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ ഒക്കെ ഒരാൾ നമ്മളുമായിട്ട് വന്ന് സംസാരിച്ചിട്ട് അവൻ പോകുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഇവനിലുണ്ടല്ലോ, ഇവളിലുണ്ടല്ലോ എന്ന് അവർ പറയണം.
ഒരു ജാതീയൻ അല്ലെങ്കിൽ ഒരു അക്രൈസ്തവൻ എന്താ പറയുക, നമ്മുടെ അടുക്കൽ ഒരു ഡീലിങ്ങിന് വന്നേനെ, ഒരു ഡീൽ വന്നു കഴിഞ്ഞാൽ അവർ പറയണം ഇവനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വിശ്വാസികളെ ആരും പണിക്ക് വിളിക്കത്തില്ല. വിശ്വാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം കൂലിപ്പണിക്കാരാണ്. പക്ഷെ ആരെ പണിക്ക് വിളിക്കത്തില്ല, കാരണം അത്രയ്ക്ക് ഗുണമോ എല്ലാവർക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രവൃത്തി ദേശത്തിനൊരു പ്രകാശമായിട്ട് മാറണം. അല്ലെങ്കിൽ മുൻപോട്ട് പോകുക. അതിൻ്റെ 16-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണം. മഹത്വപ്പെടുത്തുന്നുണ്ടോ? ജാതികൾ പിതാവിനെ മഹത്വപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട്, മറ്റു മതസ്ഥർ നമ്മളെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് തീരണം. പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. കറക്റ്റ് ചെയ്യേണ്ടതിന് നമ്മൾ കറക്റ്റ് ചെയ്യുന്നവരായിട്ട് തീരണം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ഉപ്പായിട്ടാണ്, ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ്, യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. 2, ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതലുള്ളതായ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. തീയതിനെ നമ്മൾ വെറുക്കുന്നവരായി തീരണം, നല്ലതിനോട് പറ്റിക്കൊള്ളുന്നവരായിട്ട് തീരണം. 10-ാമത്തെ വാക്യം, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സഹോദര പ്രീതി, നമ്മുടെ ഇടയിൽ നല്ല സ്നേഹമുള്ളവരായിരിക്കുവാൻ. ഇതൊരു കുടുംബമാണ്. സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ കുടുംബത്തിലുള്ളവരെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്യോന്യം മത്സരിക്കുന്നവരായി തീരണം. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അന്യോന്യം ബഹുമാനിക്കുന്നവരായി തീരണം. ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുട്ടിക്കും അവൻ ബഹുമാനം അർഹിക്കുന്നവനാണ്. ആണോ ഇല്ലയോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ശിഷ്യന്മാർ എന്താ പറയുക, ശിശുക്കളെ, അപ്പനും അമ്മയും ശിശുക്കളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? മാറ്റി നിർത്താൻ പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? അവരെ മാറ്റി നിർത്താം എന്നാണോ പറഞ്ഞേ? അല്ല, ശിഷ്യന്മാരോട് യേശു ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ തടുക്കരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർ ബഹുമാനം അർഹിക്കുന്നവരാണ്. അവർക്ക് കൊടുക്കേണ്ടതായ ബഹുമാനം, അവരെ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ യേശുവിനെ അവർക്ക് തടഞ്ഞു വെക്കുന്നുവെങ്കിൽ, ഓക്കെ, അവർക്ക് ലഭിക്കേണ്ടതായ അർഹത അവർക്ക് തടഞ്ഞു വെക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ ബഹുമാനിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അന്യോന്യം ബഹുമാനിക്കുന്നവരായിട്ട് തീരണം, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ടുകൊള്ളുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 3-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കും. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായി തീരണം. നമ്മളുടെ സ്നേഹം കണ്ടിട്ട്, ഈ സഭയുടെ ഐക്യത കണ്ടിട്ട് ഈ ചുറ്റുപാടുമുള്ളവർ ഈ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നവരായിട്ട് തീരണം. അതിനു വേണ്ടിയിട്ടാണ് സഭയെ ദേശത്തിന് മധ്യത്തിൽ വെച്ചിരിക്കുന്നത്. സഭ ഒന്നിച്ചു നിൽക്കുന്നുവെങ്കിൽ, സഭ ഒന്നിച്ചു നിന്ന് നമ്മൾ അന്യോന്യം എന്താ പറയുക, സഹായിക്കുകയും കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ 15-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. കർത്താവ് സ്നേഹിച്ചതുപോലെ. കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത്? ഒരു ചെകിട്ടത്ത് അടിച്ചാൽ മറ്റേ ചെകിടൂടെ കാണിച്ചു കൊടുക്കാൻ പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിലൂടെ ചെയ്ത് കാണിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്.
യോഹന്നാൻ 15-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇത് അഭ്യർത്ഥനയല്ല, കൽപ്പനയാണ്. അന്യോന്യം സ്നേഹിക്കുന്നില്ല എങ്കിൽ, അന്യോന്യം കരുതുന്നില്ല എങ്കിൽ, അന്യോന്യം ബഹുമാനിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവിൻ്റെ വചനത്തിൻ്റെ ലംഘനമാണ് നമ്മൾ നടത്തുന്നത്. കൽപ്പനയുടെ ലംഘനമാണ് നമ്മൾ നടത്തുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ വായിച്ചതായ ആദ്യത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. സങ്കീർത്തനം 138 അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടു, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവ് കൊണ്ടല്ല. ആരെങ്കിലും ചിന്തിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെങ്കിൽ തെറ്റിപ്പോയി. ഒരാളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് സാധിക്കത്തില്ല. മറിച്ച് ഞാൻ എൻ്റെ യേശുവിൽ ആശ്രയിച്ചാൽ അവനാണ് എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്നത്. ഇന്ന് പകൽക്കാലം ഈ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് കയറട്ടെ. എനിക്ക് എൻ്റെ ആയുസ്സിൽ ഒരാളെയെങ്കിലും യേശുവിന് വേണ്ടിയിട്ട് നേടണം. ഒരാളോടെങ്കിലും എനിക്ക് സുവിശേഷം പറഞ്ഞ് ആ വ്യക്തിയോട് എന്താ പറയുക, സുവിശേഷം പറഞ്ഞ് മാത്രമല്ല എൻ്റെ ഒരു ശിഷ്യനാക്കി അവനെ സ്നാനപ്പെടുത്തി സഭയ്ക്കുള്ളിൽ കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുമ്പോൾ ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിലേക്കൊന്ന് കയറട്ടെ. ഇതൊരു വാഞ്ച എൻ്റെ ഉള്ളത്തിലേക്കൊന്ന്, നമ്മുടെ ഉള്ളത്തിലേക്കൊന്ന് കയറട്ടെ. കർത്താവ് അതിനു വേണ്ടിയിട്ടൊരു അവസരം ഒരുക്കി തരുവാൻ. കാരണം കർത്താവാണ് നമുക്ക് സമാപ്തി വരുത്തി തരേണ്ടത്. ഞാനല്ല, എൻ്റെ കഴിവ് കൊണ്ട് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ പ്രസംഗമൊക്കെ പഠിച്ച് ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയി. പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കിനും മുട്ടടിക്കാൻ തുടങ്ങി. എൻ്റെ മുമ്പിൽ 10-25 ട്രെയിനേഴ്സ്, എൻ്റെ കൂട്ടത്തിൽ ട്രെയിനിങ് എടുക്കുന്നതായ വ്യക്തികളുണ്ടായിരുന്നു. ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറുമാരെല്ലാം ഉണ്ടായിരുന്നു. അവരുടെ മുമ്പ് ചെന്ന് ഞാൻ തലേദിവസം അതങ്ങ് പോയി. പക്ഷേ പ്രസംഗിക്കാൻ ചെന്നപ്പോഴത്തേക്കിനും എന്താ പറയുക, കണ്ണും അടച്ചു നിന്ന് കാണാതെ പഠിച്ചതെല്ലാം കൂടെ ഞാൻ പറഞ്ഞെങ്കിലും അവിടെ നിന്ന് ചവിട്ടുനാടകം നടക്കും. കാരണം ടെൻഷൻ വന്നിട്ട് എൻ്റെ കയ്യും കാലും ഉറക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ കഴിവിലല്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മിടുക്കിലല്ല. ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എൻ്റെ തമ്പുരാനാണ്. ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ ഒരേ പ്രസംഗം പല സ്റ്റേജിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റേജിൽ ഞാൻ ഒരേപോലെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. വാക്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് തന്നെയായിരിക്കാം. പക്ഷേ കയറി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു മദ്യപാനം ഉപേക്ഷിക്കുവാനായിട്ട് സഹായിക്കുന്നത് നമ്മൾ അവനോട് പറഞ്ഞത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. വ്യഭിചാരിയായി നടക്കുന്നതായ ഒരു വ്യക്തി ആ വ്യഭിചാരം വിട്ട് മടങ്ങി വരണമെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. ഡ്രഗ് അടിച്ച് നടക്കുന്നതായ ഒരു ചെറുപ്പക്കാരൻ മടങ്ങി വരണമെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് സാധിക്കത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. ഐക്യതയില്ലാത്തതായ ഒരു സഭയിൽ ഐക്യത ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കണം. ഇന്ന് പകൽക്കാലം ഇത് നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്കൊന്ന് കടന്നാട്ട്. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു വ്യക്തിയെങ്കിലും യേശുവിലേക്ക് എനിക്ക് കൊണ്ടുവരണം. ഒരു വ്യക്തിയെങ്കിലും നിത്യതയിൽ ചെല്ലുമ്പോൾ, കർത്താവേ, ഞാൻ മൂലം രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക അവനോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവനത് ഏറ്റെടുത്തു. ഹല്ലേലൂയ! അതിൻ്റെ റിവാർഡ് വലുതാ പ്രിയമുള്ളവരെ, അതിൻ്റെ റിവാർഡ് വലുതാ. ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, അതായിരിക്കട്ടെ നമുക്ക് വേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണും. പക്ഷേ അതൊന്നുമല്ല നമുക്ക് കിട്ടേണ്ടതായ റിവാർഡ്. ഞാൻ ഒരു വ്യക്തിയെ, കാരണം അതിൻ്റെ വില ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. ഈ ഭൂമി മുഴുവനും ഒരു ത്രാസിൽ തൂക്കി വിറ്റാലും, അതിനെത്ര രൂപ നിങ്ങൾ കൊടുത്താലും അതിനേക്കാൾ വിലയേറിയതാണ്
ഇതിൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ്. നമുക്കതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം. ഇന്ന് സൺഡേ സ്കൂളിൻ്റെ ട്രെയിനിങ്ങിലും ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വിലയേറിയപ്പെട്ടവരാ, അവരെ ആത്മാവിന് വിലയുള്ളതാ. ഇന്ന് പൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.